പ്രമിളയിലെ അഹമ്മദാബാദ് വിമാനാപകടത്തിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു വാർത്ത വന്നിട്ടുണ്ട്. അതിൻ്റെ അപകട കാരണം എന്താണ് എന്നുള്ളത് ഒരു ഏകദേശ രൂപം ലഭിച്ചു എന്നൊരു വാർത്ത വന്നിട്ടുണ്ട്. എന്താണ് അത് വിശദമാക്കാമോ? അതായത് ഈ വിമാന അപകടം ഉണ്ടായ സമയത്ത് തന്നെ ഒരു വീഡിയോ വന്നിരുന്നു. അതായത് ഈ വിമാനം അവിടുന്ന് ടേക്ക് ഓഫ് ചെയ്ത് പതുക്കെ താഴ്ന്ന് ആ കെട്ടിടത്തിന് മുകളിൽ ഇടിച്ചിറങ്ങി വലിയൊരു തീഗോളമായി മാറുന്നൊരു വീഡിയോ. ആ വീഡിയോയ്ക്ക് സൗണ്ടും ഉണ്ട്. പയ്യനെടുത്ത വീഡിയോ ആ പയ്യനെടുത്ത വീഡിയോയ്ക്ക് ഓഡിയോയും ഉണ്ട്. പക്ഷേ ആ വീഡിയോ എടുത്ത പയ്യനെ പിന്നീട് മാധ്യമങ്ങളുടെ മുമ്പിൽ വരരുതെന്ന തരത്തിൽ അധികൃതർ മാറ്റി. അത് അത്ര സുപ്രധാനമായൊരു തെളിവും കൂടിയാണ് ആ അപകടത്തെ സംബന്ധിച്ച്. കാര്യം ഈ വീഡിയോ സാധാരണ നമ്മൾ വിമാനങ്ങൾ ടേക്ക് ഓഫ് ചെയ്യുന്ന സമയത്ത് വലിയ ഹുങ്കാര ശബ്ദം ഉണ്ടാകും. നമ്മുടെ മനുഷ്യസാധ്യമായി ചില ജെറ്റുകളൊക്കെ പോകുമ്പോൾ മനുഷ്യൻ്റെ ചെവികൾക്ക് താങ്ങാൻ പറ്റാത്ത അത്ര ഡെസിബൽ സൗണ്ടൊക്കെ ഉണ്ടാകുമെന്നാണ് പറയുന്നത്. പക്ഷേ ഈ വിമാനം പൊങ്ങിയപ്പോൾ അത്ര വലിയൊരു ശബ്ദമല്ല. അങ്ങനെ സാധാരണ വിമാനങ്ങൾ ടേക്ക് ഓഫ് ചെയ്യുന്ന തരത്തിലുള്ള ശബ്ദമായിരുന്നില്ല ഉണ്ടായിരുന്നു. പകരം മറ്റൊരു ശബ്ദമാണ് കേട്ടത്. അത് ഈ റാറ്റ് എന്ന് പറയുന്ന ഒരു സംഗതിയുണ്ട് വിമാനങ്ങൾക്ക്. അതിൻ്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് റാം എയർ ടർബൈൻ എന്നുള്ളതാണ്. അതായത് വിമാനങ്ങൾക്ക് 3 സാഹചര്യത്തിൽ അടിയന്തര ഒരു സംവിധാനമെന്ന നിലയിൽ പ്രവർത്തിക്കുന്ന സംഗതിയാണ് ഈ റാറ്റ്. അതായത് വിമാനത്തിൻ്റെ അടിഭാഗത്ത് എന്തെങ്കിലും ഒരു അടിയന്തര സാഹചര്യം ഉണ്ടാകുമ്പോൾ താഴേക്ക് ഇറങ്ങി വരുന്ന ഒരു പമ്പരം കണക്കെയുള്ള സംഗതി, ഒരു ടർബൈൻ കണക്കെയുള്ള, അതായത് ഒരു ഫാൻ പോലത്തെ ഒരു സംഭവം. അതായത് 3 സാധ്യതകളാണ് ഈ റാറ്റ് പ്രവർത്തിക്കാനായിട്ട് ഉണ്ടാകേണ്ടത്. ഒന്ന്, ഡ്യുവൽ എൻജിൻ ഫെയിലിയർ, അതായത് ഒരേ സമയം വിമാനത്തിൻ്റെ 2 എഞ്ചിനുകളും തകരാറിലാകുക. 2, ടോട്ടൽ ഇലക്ട്രോണിക് ഫെയിലിയർ, വിമാനത്തിൻ്റെ വൈദ്യുതി ബന്ധം പൂർണ്ണമായി നിലയ്ക്കുക. 3, ഹൈഡ്രോളിക് ഫെയിലിയർ, വിമാനത്തിൻ്റെ ഹൈഡ്രോളിക്, അതായത് ഈ ലാൻഡിംഗ് അടക്കമുള്ള സംഗതികളൊക്കെ ഉണ്ടല്ലോ, ലാൻഡിംഗ് ഗിയർ, അതൊക്കെ ഹൈഡ്രോളിക് സംവിധാനങ്ങൾ അടക്കമുള്ളതാണ്. അതിനെന്തെങ്കിലും തകരാറ് പറ്റുമ്പോൾ ഇങ്ങനെ 3 സാധ്യതകളുള്ളപ്പോഴാണ് ഈ റാറ്റ് ഇതിൻ്റെ അറ തുറന്ന് പുറത്തേക്ക് വരിക. ഈ വിമാനം പോയ സമയത്ത് ഈ റാറ്റ് പ്രവർത്തിച്ചതിൻ്റെ ശബ്ദം കേൾക്കുന്നു എന്നാണ് ആ വീഡിയോയിൽ നിന്ന് മനസ്സിലാകുന്നത്. കാര്യം ഈ റാറ്റ് താഴേക്ക് വീഴുമ്പോൾ ഇതിൻ്റെ ഒരു ഫാൻ പോലെയാണ് അതിൻ്റെ ഫ്രണ്ടിലുള്ളത്. അത് ഈ വായു ഇത് സഞ്ചരിക്കുമ്പോൾ ഉറപ്പായിട്ടും വായുവുമായിട്ട് സമ്പർക്കം ഉണ്ടാവില്ല. അപ്പോൾ ഇത് ശക്തമായി കറങ്ങുകയും ഇത് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുകയും ആ വൈദ്യുതി വിമാനത്തിൻ്റെ അടിയന്തര ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുകയും ചെയ്യാം. അതാണ് ഈ റാറ്റിൻ്റെ ഉപയോഗവും പ്രത്യേകതയും. സമാനമായ രീതിയിൽ ഇപ്പോൾ ഈ വിമാനത്തിൽ നിന്ന് ഒരാൾ ജീവനോടെ രക്ഷപ്പെട്ടല്ലോ, 11A സീറ്റിലിരുന്ന ഒരാൾ, അയാൾ നിർണായകമായൊരു മൊഴി കൊടുത്തിട്ടുണ്ട്. അതായത് ഈ വിമാനത്തിൻ്റെ അകത്ത് പെട്ടെന്ന് ലൈറ്റുകളെല്ലാം ഓഫാവുകയും പച്ചയും നീലയും നിറത്തിലുള്ള ലൈറ്റുകൾ മാത്രം തെളിയുകയും ചെയ്തു. അത് ഈ റാറ്റിൻ്റെ പ്രവർത്തനത്തെ സൂചിപ്പിക്കും. അടിയന്തര സാഹചര്യം ഉണ്ടായി, അങ്ങനെയാണെങ്കിൽ ഈ റാറ്റ് പ്രവർത്തിച്ചിട്ടുണ്ട്. പിന്നെ ഒന്നുകൂടി പറയുന്നുണ്ട്, അയാളും ഈ ശബ്ദം കേട്ടു, വലിയ രീതിയിലുള്ള ഈ ഒരു ശബ്ദം കേട്ടു. അത് ഈ റാറ്റ് പ്രവർത്തിക്കുമ്പോൾ സ്വാഭാവികമായും ഉണ്ടാകുന്നതാണ്. അതുമാത്രമല്ല, ഈ വിമാനം ഉയർന്നു പൊങ്ങി ഏതാണ്ട് 625 അടിയോളം ഉയർന്ന ശേഷം ഏതാണ്ട് പൊടുന്നനെ താഴെ വീഴുന്നതല്ല കണ്ടത്. വളരെ സാവധാനം ഒരു ലാൻഡിങ്ങിൻ്റെ മാതൃകയിലാണ് താഴെ വീഴുന്നത്. ഈ റാറ്റ് എന്ന് പറയുന്ന സാധനം ഒരു ഗ്ലൈഡറായിട്ടും പ്രവർത്തിക്കുന്നതാണ്. ഈ ഗ്ലൈഡർ വിമാനങ്ങൾക്ക് ഗ്ലൈഡ് ചെയ്ത് അപ്പോൾ ആ ഒരു സംഗതിയും കൂടി ഉള്ളത് കൊണ്ടാണ് ഈ വിമാനം ഒരു സ്ലോയിൽ ചെന്ന് വീഴുന്ന, ഒരു പതിയെ ചെന്ന് വീഴുന്ന പോലെ ചെന്ന് വീണത്, അല്ലാണ്ട് കുത്തനെ വീഴുകയല്ല ഉണ്ടായത്. ഈ വിമാനത്തിന് ഡ്യുവൽ എൻജിൻ ഫെയിലിയർ, അതായത് 2 എഞ്ചിനുകളും ഒരേ സമയം തകരാറിലായി എന്നുള്ളതും വിദഗ്ധർ ഇപ്പോൾ സ്ഥിരീകരിക്കുന്നുണ്ട്. അതിന് സാധാരണഗതിയിൽ അങ്ങനെ വരാറില്ലല്ലോ, ഏതെങ്കിലും അപൂർവങ്ങളായിട്ട് മാത്രം സംഭവിക്കാവുന്ന ഒരു സംഗതിയാണ് ഈ ഡ്യുവൽ എൻജിൻ ഫെയിലിയർ. അതിന് 2 സാധ്യതകളാണ് വിദഗ്ധർ പറയുന്നത്. ഒന്നുകിൽ ബാഹ്യമായ എന്തോ ഇടപെട്ടിട്ടുണ്ട്. അത് ഏറെയും സാധ്യത പക്ഷി വന്ന് ഇടിച്ചത് കൊണ്ടാകാം. പക്ഷേ അപ്പോഴും 2 എഞ്ചിനുകൾ ഒരേ സമയം എങ്ങനെ തകരാറിലാകും എന്നുള്ളത് ആശങ്കയുണ്ടാക്കുന്നുണ്ട്. കാര്യം ഒരേ സമയം 2 എഞ്ചിനിൽ ഒരേ അളവിൽ തന്നെ പക്ഷി വന്ന് ഇടിക്കാനുള്ള സാഹചര്യം ഇല്ലല്ലോ. പക്ഷേ അതിനൊരു വിശദീകരണം തരുന്നത്, ഒരു എഞ്ചിനിൽ പക്ഷി വന്ന് ഇടിച്ചപ്പോൾ ഈ വിമാനത്തിൻ്റെ ഫുൾ ലോഡ് മറ്റൊരു എഞ്ചിനിലേക്ക് മാറുന്നു, അല്ലെങ്കിൽ ആ ഫുൾ ത്രസ്റ്റ് എന്ന് വെച്ചാൽ ഈ വിമാനത്തെ മുമ്പോട്ടുള്ള തള്ളാനായിട്ടുള്ള ആ ഒരു ഫോഴ്സിനാണ് ത്രസ്റ്റ് എന്ന് പറയുന്നത്. ഇത് മുഴുവൻ മറ്റൊരു എഞ്ചിൻ്റെ ചുമതലയായി മാറുന്നു. അത് താങ്ങാനാകാതെ ആ എഞ്ചിനും സെക്കൻഡുകളുടെ വ്യത്യാസത്തിൽ 2ാമത്തെ എഞ്ചിനും പ്രവർത്തനം നിലയ്ക്കുന്നു. പക്ഷേ സ്വാഭാവികമായിട്ടും 2 എഞ്ചിൻ ഉണ്ടാകുമ്പോൾ ഒരു എഞ്ചിൻ പ്രവർത്തിക്കാതെ വരുമ്പോൾ അടുത്ത എഞ്ചിന് ആ ലോഡ് എടുക്കേണ്ടി വരും എന്ന് ഉണ്ടല്ലോ. പക്ഷേ ഇത് ടേക്ക് ഓഫിൻ്റെ സമയത്ത് വിമാനത്തിന് ഏതാണ്ട് 10,000 കിലോ വരുന്ന ത്രസ്റ്റ്, അത് എത്രമാത്രം ഫോഴ്സ് ഉണ്ടെന്ന് എനിക്കിപ്പോൾ പറയാൻ പറ്റില്ല. അവർ പറയുന്ന കണക്ക് ഇങ്ങനെയാണ്, ഏതാണ്ട് 10,000 കിലോയോളം ത്രസ്റ്റ് ഉണ്ടാകും. ത്രസ്റ്റ് എന്ന് വെച്ചാൽ മുമ്പോട്ട്
ഉള്ള ആ തള്ള്. push, അപ്പോൾ ഈ ഒരു എൻജിൻ ഫെയിലിയർ ആകുകയും മറ്റൊരു എൻജിൻ അതിൻ്റെ സമ്മർദ്ദം താങ്ങാനാകാതെ വന്നതുകൊണ്ട് അതും പ്രവർത്തനം നിലച്ചു. അതിലൊരു സാധ്യതയാണ്. രണ്ടാമത്തതാണ് ഒരു സാധ്യത, അത് ആണ് ഏറ്റവും സാധ്യതയുള്ളത്. അതായത് ഏതെങ്കിലും തരത്തിലുള്ള ഒരു സോഫ്റ്റ്വെയർ മാൽ ഫങ്ഷൻ, അതായത് ഏതെങ്കിലും സോഫ്റ്റ്വെയറിലുണ്ടായ എന്തോ തകരാറ്. അങ്ങനെ സോഫ്റ്റ്വെയർ തകരാറ് സംഭവിച്ച് ഒരേ സമയം 2 എൻജിനും പ്രവർത്തനം നിലച്ചു. ഈ സമയത്ത് നമ്മുടെ പൈലറ്റുമാർ, അതായത് ഏതാണ്ട് 33 സെക്കൻഡാണ് ഈ വിമാനം അന്തരീക്ഷത്തിലുണ്ടായിരുന്നത്. ആ 33 സെക്കൻഡ് കൊണ്ട് ഈ പൈലറ്റുമാർക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾക്ക് വളരെ പരിമിതിയുണ്ട്. അവർ കൃത്യമായും എയർ ട്രാഫിക് കൺട്രോളിൽ അവർ അപകട സന്ദേശം അയച്ചു. മെയ്ഡേ മെയ്ഡേ എന്നുള്ള സന്ദേശം അയച്ചു. ഈ ഒരു വിമാനം അന്തരീക്ഷത്തിൽ നിൽക്കുന്നൊരു സാഹചര്യത്തിലാണ് ഒരു അപകടം ഉണ്ടാകുന്നതെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു ക്രമീകരണം പൈലറ്റുമാർക്ക് ചെയ്യാൻ സാധിക്കും. ഇത് ടേക്ക് ഓഫിൻ്റെ സമയത്താണ്. വിമാനം കഷ്ടിച്ച് 625 അടി മാത്രം ഉയർന്ന ഒരു സമയത്ത് ഉണ്ടാകുന്ന അടിയന്തര സാഹചര്യം പരിഹരിക്കാൻ മനുഷ്യസാധ്യമായതൊന്നും ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യം കൂടിയുണ്ട്. അവർക്ക് ആകെ കൂടെ ചെയ്യാൻ പറ്റുന്നത് അവർക്ക് ATCയിലോട്ട് ഒരു അപായ സന്ദേശം അയക്കൽ മാത്രമാണ്. ആ സന്ദേശം കിട്ടിയ മാത്രയിൽ തന്നെ ATC തിരിച്ച് അവർ ബന്ധപ്പെടാൻ ശ്രമിച്ചു, പക്ഷേ മറുപടി ഉണ്ടായില്ല. അതിൻ്റെ അർത്ഥം ആ സന്ദേശം അയച്ച് തൊട്ടടുത്ത മാത്രയിൽ വിമാനം താഴേക്ക് പതിക്കുകയായിരുന്നു. എത്ര സാങ്കേതിക തികവുകൾ, എത്ര പരിശീലനം സിദ്ധിച്ച പൈലറ്റ് ആണെങ്കിലും ആത്യന്തികമായി അവർ മനുഷ്യരാണ്. ഒരു അപകടം മുൻപിൽ കാണുമ്പോൾ, ജീവൻ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം മുന്നിൽ കാണുമ്പോൾ അവരും പതറിപ്പോവും, സ്വാഭാവികമാണ്. അപ്പോൾ ഇത്തരത്തിൽ ഒരു അപകട സന്ദേശം അയച്ചു, അതിനുശേഷം അവർ പ്രതികരിച്ചിട്ടില്ല. ചിലപ്പോൾ ഒന്നെങ്കിൽ ആ സമയം കൊണ്ട് തന്നെ ഈ അപകടം സംഭവിച്ചിട്ടുണ്ടാകും, അല്ലെങ്കിൽ മനുഷ്യ സഹജമായി മുമ്പിൽ നടക്കാൻ പോകുന്ന സംഗതി ഓർത്ത് അവർ ഒരു പരിഭ്രമം അവർക്കുണ്ടായിട്ടുണ്ട്. അതിനിടയിൽ വേറൊരു വാർത്തയും കൂടി വരുന്നുണ്ട്. പൈലറ്റ് അത്രയും എക്സ്പീരിയൻസ് ഉള്ള ഒരു പൈലറ്റാണ്. അതെ, അതുകൊണ്ട് ഈ ജനവാസ മേഖലയായിരുന്നു ഈ ചുറ്റുമുണ്ടായിരുന്നത്. അവിടെ ഒന്നും വീഴാതെ ഈ കെട്ടിടത്തിന് മുകളിലേക്ക് പതിപ്പിച്ചതും ആ പൈലറ്റിന്റെ ഒരു കഴിവാണ് എന്ന രീതിയിലുള്ള ഒരു വാർത്തകളും സാധ്യതയുണ്ട്. കാര്യം അദ്ദേഹം ഏതാണ്ട് 22 വർഷത്തോളം സർവീസുള്ള, ഏതാണ്ട് 8000 മണിക്കൂറോളം വിമാനം പറത്തിയിട്ടുള്ള ഒരു പൈലറ്റാണ്. സ്വാഭാവികമായും അതിന് സാധ്യതയുണ്ട്. പക്ഷേ അതിനുള്ള സമയം കിട്ടിയിട്ടുണ്ടാവും. അദ്ദേഹം അതിന് ശ്രമിച്ചിട്ടുണ്ടാകാം. പക്ഷേ അത് സ്വാഭാവികമായി വന്ന് അങ്ങനെ വന്നതാണോ എന്നുള്ളത് സംശയമാണ്. കാരണം അതിനുള്ള സമയവും അതിനുള്ള സാവകാശവും കിട്ടിയിട്ടുണ്ടാവില്ല. ഒരു വിമാനം ടേക്ക് ഓഫ് ചെയ്ത് 33 സെക്കൻഡ് കൊണ്ട്, ഇത് ഒരു വിമാനമല്ലേ, ഇത്രയും 242 പേരോളം ഉള്ള അത്രയും ജീവനുകൾ വഹിച്ചുകൊണ്ട് പോകുന്ന ഒരു വിമാനം ഒരു 33 സെക്കൻഡ് കൊണ്ട് ഒരു മനുഷ്യനെ കൊണ്ട് എന്ത് ചെയ്യാൻ സാധിക്കും? ചിലപ്പോൾ അദ്ദേഹം ആത്മാർത്ഥമായി ശ്രമിച്ചിട്ടുണ്ടാകാം. പക്ഷേ അതിനുള്ളൊരു സാവകാശം കിട്ടിക്കാണാൻ സാധ്യതയില്ല. ഏതായാലും ഈ വിമാനത്തെ സംബന്ധിച്ച് ഈ റാം എയർ ടർബൈനിൻ്റെ പ്രവർത്തിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് സംബന്ധിച്ചുള്ള സ്ഥിരീകരണം, അത് പ്രവർത്തിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് ഏറെക്കുറെ സ്ഥിരീകരിക്കാവുന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. അതായത് ഉറപ്പിക്കാം, 2 എഞ്ചിനുകളും തകരാറിലായ സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. നമ്മൾ ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും, ഒരു ഇല വന്ന് വീഴുമ്പോൾ ഇങ്ങനെ അതെ പതുക്കെ വന്ന് വീഴുന്നതാണ്. അതായത് ഈ വിദഗ്ധർ ചൂണ്ടിക്കാണിച്ച ഈ 2 എഞ്ചിനുകളും അതായത് വിമാനം സ്റ്റാൾ ചെയ്യുന്ന ഒരു അവസ്ഥയുണ്ട്. അതായത് വിമാനത്തിന് ആവശ്യത്തിന് ലിഫ്റ്റ് കിട്ടിയിട്ടില്ല എന്നൊരു സാഹചര്യത്തിലാണ് ഈ വിമാനം ഉണ്ടായിരുന്നത്. അതായത് ത്രസ്റ്റും ഇല്ല, ലിഫ്റ്റും ഇല്ല. അപ്പോൾ പൈലറ്റുമാർ സ്വാഭാവികമായിട്ട് വിമാനം ഉയർത്താൻ നോക്കുമ്പോൾ നേരെ കുത്തനെ പൊക്കുന്ന തരത്തിലായിരിക്കും ആ വിമാനം പ്രവർത്തിക്കുക. അങ്ങനെ സ്റ്റാൾ ചെയ്താൽ ഈ ത്രസ്റ്റ് ആവശ്യത്തിനില്ലെങ്കിൽ വിമാനം കല്ല് വീഴുന്ന മാതിരി നേരെ താഴേക്ക് വീഴുമെന്നാണ് വിദഗ്ധർ ചൂണ്ടിക്കാണിച്ചത്. പക്ഷേ ഈ വീഡിയോയിൽ വിമാനം വളരെ പറന്നിറങ്ങുകയാണ് അങ്ങോട്ട് ആ കെട്ടിടത്തിന് മുകളിലേക്ക്. അപ്പോൾ തന്നെ നമുക്ക് ആ വീഡിയോയിൽ നിന്ന് അനുമാനിക്കാം ഈ റാറ്റ് എന്ന് പറയുന്ന സംവിധാനം അതിൽ പ്രവർത്തിച്ചു. അതിന് കാരണമായ സാങ്കേതിക പിഴവ് ആ വിമാനത്തിന് ഉണ്ടായിട്ടുണ്ട്. അത് നമുക്ക് ഈ ഘട്ടത്തിൽ സ്ഥിരീകരിക്കാൻ പറ്റും.